നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നായ, പട്ടി, ശ്വാനൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പലരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നായയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നു. എന്തിനാണ് മുസ്ലിമീങ്ങൾക്ക് നായയോട് ഇത്ര വിരോധം? ചില ആളുകൾ ചോദിക്കുന്നതാണ്. അതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട്. പലരും ചോദിക്കുന്നു, ഉസ്താദേ, നായ ഒരാളെ തൊട്ടാൽ 7 കുളത്തിൽ കുളിക്കണമെന്ന് ഞങ്ങളുടെ കാർന്നോമാരൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോൾ കുളങ്ങളൊക്കെ കുറവാണ്, എവിടെ പോയി കുളിക്കും? ഞാൻ ചോദിക്കട്ടെ, നായ തൊട്ടാൽ 7 വട്ടം കുളിക്കണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നായ ഒരാളെ തൊട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? വിശദമായ മസ്അലകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നായയെ മുസ്ലിമീങ്ങൾക്ക് വളർത്താമോ? ഇന്നുള്ള പല സിനിമ നടിമാര്, നാടക നടിമാര്, അവരൊക്കെ മുസ്ലിമീങ്ങൾ പലരും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ നായയെ വളർത്താൻ പറ്റുമോ? ചിലർ ചോദിക്കുന്നതാണ്. ആ നായയെ മുസ്ലിമീങ്ങൾക്ക് വളർത്താമോ? ഇസ്ലാമിൽ നായയെ വളർത്താമോ? കൃത്യമായ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു. കേട്ടു നോക്കണേ. ഉസ്താദേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ? ഒരു പട്ടി എന്നെ കടിക്കാൻ വരുന്നു, ഒരു പട്ടി എന്നെ കടിച്ച് കീറുന്നു, നായ എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുന്നു. അങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? നായയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ സാധ്യതയുള്ള ചില സ്വപ്നങ്ങളും ആ സ്വപ്നത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങളും നമുക്കൊന്ന് കേട്ടാലോ? ഒരുപാട് ഉമ്മമാർ പറയുന്ന, ഒരുപാട് ഉമ്മമാർക്കുള്ള ഒരു വസ്വാസ്, ഒരു സംശയമാണ്, ഉസ്താദെ, സിറ്റൗട്ടിൽ എപ്പോഴും ഈ പട്ടിശല്യമാണ്. സിറ്റൗട്ടിൽ എന്ത് വെച്ചാലും അവിടെയൊക്കെ നായ വന്ന് കിടക്കാറുണ്ട്. ഞങ്ങൾ എങ്ങനെ അത് കഴുകി ശുദ്ധിയാക്കും? 7 വട്ടമൊക്കെ എങ്ങനെ കഴുകും? ഞങ്ങൾക്കതിൻ്റെ വ്യക്തമായ ഒരു തീർപ്പ് പറഞ്ഞു തരാമോ? മസാല പറഞ്ഞു തരാമോ? സിറ്റൗട്ടിൽ നായ കയറാതിരിക്കാൻ ഈ ഉജാല വെള്ളം വെക്കുന്ന പരിപാടിയുണ്ട്, അതൊക്കെ വെക്കാൻ പറ്റുമോ? അതൊക്കെ തെറ്റാണോ? തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ആ ഉള്ള സംശയങ്ങളൊക്കെ ഏകദേശം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. അല്ലാഹു തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി പിന്തിരിയാനും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇരുലോകത്തും അള്ളാഹു നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ദുരിതത്തിലുള്ള, പ്രയാസത്തിലുള്ള, സങ്കടത്തിലുള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു നായയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇപ്പോൾ പൊതുവെയുള്ള ഒരു വർത്തമാനം, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പട്ടി വിരോധിയാണ്, നായ വിരോധിയാണ്. നായ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു എന്നുപോലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ശത്രുക്കളുടെ കാലമാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും നായയെ കണ്ടാൽ കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉപദ്രവകാരിയായ ജീവിയെ, അതിപ്പോൾ നായെന്നല്ല, മനുഷ്യന് ഉപദ്രവമുള്ള പാമ്പ് പോലെ, തേള് പോലെയുള്ള ജീവികൾ, അവയെ കൊല്ലാനുള്ള അനുവാദം ഇസ്ലാം തന്നിട്ടുണ്ട്. ഇനി ഇസ്ലാം തന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അത് ചെയ്യുന്നതാണ്, അല്ലേ? പാമ്പ് നമ്മളെ കൊത്താൻ വന്നു, അല്ലെങ്കിൽ നമ്മളെ തേള് കുത്താൻ വന്നു, പഴുതാര കുത്താൻ വന്നു, നമ്മളെന്ത് ചെയ്യും? താലോലിച്ച് വിടൂല, അതിനെ കൊല്ലുകയാണ് നമ്മുടെ സാധാരണ ശരാശരി മലയാളി എന്നല്ല, ശരാശരി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതപ്പോൾ തന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞു വന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നായ, ഇസ്ലാം എന്തു പറയുന്നു? എന്തിനാണ് ഇസ്ലാം നായ തൊട്ടാൽ 7 വട്ടം 7 കുളത്തിൽ കുളിക്കണം എന്നൊക്കെയാണ് പറയുക? 7 കുളത്തിൽ കുളിക്കണം, 7 പ്രാവശ്യം കുളിക്കണം. നമുക്കതിൻ്റെ സത്യാവസ്ഥയിലേക്കൊക്കെ വരാം. ഇപ്പോൾ നമ്മൾ ഈ കൊറോണയും നിപ്പയും ഡെങ്കി, എലിപ്പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയും, എന്തു പറയും? കൊതുക് അത് വരാതെ സൂക്ഷിക്കണം, കൊതുക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, എലിയെ കൊന്നുകളയണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിപ്പ വൈറസ് വന്നപ്പോൾ വവ്വാലുകളെ കൊന്നുകളഞ്ഞു. പക്ഷിപ്പനി വരുമ്പോൾ ഒരുപാട് താറാവുകളെയും കോഴികളെയൊക്കെ കൊന്നുകളയാറുണ്ട്, കാലികളെ കൊന്നുകളയാറുണ്ട്. എന്താണ്? അതിനോടൊന്നും കരുണയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതുവഴി നമുക്ക് മനുഷ്യന് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന ഒരു പണിയാണത്, മുൻകരുതലുകളാണ്. അതിനെ ആരും കുറ്റം പറയാറൊന്നുമില്ല.
നമുക്കിപ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് മനുഷ്യന് ഹിതമല്ലാത്ത, മനുഷ്യന് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന ഒരു രോഗം മറ്റ് ജീവികളിൽ നിന്നുണ്ടായാൽ അതിനെ നമ്മൾ ഇല്ലാതാക്കും, സ്വാഭാവികമാണ്. ഇതുപോലെ നായ എന്ന് പറഞ്ഞാൽ അത് ഐൻ നജസാണ്. നായ, പന്നി എന്ന് പറഞ്ഞാൽ അത് നജസാണ്. നജസ് എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, അഴുക്കാണ്. ഇപ്പോൾ വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ജെ എബ്രഹാം. അദ്ദേഹം ഈ എന്തിനാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ നായ വിരോധം കാണിക്കുന്നത് എന്നൊരു ചർച്ചയിൽ അദ്ദേഹം ആ നായയുടെ, ഈ പട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീരുണ്ട്, ഈള എന്ന് പറയും, അത് അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അതിൽ ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും മനുഷ്യന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയകളും അതിലുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിനെയൊക്കെ എങ്ങനെയാണ് നശിപ്പിക്കാൻ പറ്റുക എന്ന ചർച്ചയിൽ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞത്, മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട്, മണ്ണ് കൊണ്ടാണ് അതിലെ പല ബാക്ടീരിയകളെയും പല വൈറസുകളെയും ഒക്കെ നശിപ്പിക്കാൻ പറ്റിയതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ കാണാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല. ഇസ്ലാം ഒരിക്കലും നായയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നൊന്നും പറയുന്നില്ല. ഇസ്ലാമിൽ സ്വർഗം അത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഞാനിങ്ങനെ ക്ലാസ് പറയുന്നത്, നിങ്ങളിങ്ങനെ ക്ലാസ് കേൾക്കുന്നത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമൽ ചെയ്യുന്നത് എന്തിനാണ്? ആ സ്വർഗത്തിൽ പോവാനാണ്, അല്ലേ? നമ്മളാരും നരകത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നവരല്ല, സ്വർഗത്തിൽ പോവാനാണ്. ആ സ്വർഗത്തിൽ കടക്കുന്നതാരാണ്? നല്ല സ്വഭാവമുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്ന ജീവികളിൽ പെട്ട ഒരു ജീവിയാണ് ഖിത്മീർ. എന്താണ് ഖിത്മീർ എന്ന് പറഞ്ഞാൽ? ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയുടെ, ഒരു നായയുടെ, ഒരു ശ്വാനന്റെ പേരാണ്. ആരാണ് ആ പട്ടി? ഏതാണ് ആ പട്ടി? അത് മഹാന്മാരായ ഗുഹാവാസികൾ, അസ്ഹാബുൽ കഹ്ഫ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച ഒരു വിഭാഗമായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്. ആ ഗുഹാവാസികൾ, നമ്മളൊക്കെ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്. ആ ഗുഹാവാസികളായ അവർക്ക് കാവലിരുന്ന ഒരു നായ, ആ നായയുടെ പേരാണ് ഖിത്മീർ. ആ നായ നാളെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ, നായക്ക് വെള്ളം കൊടുത്ത മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ത്രീ, അവർ സ്വർഗത്തിൽ പോയി. നായക്ക് വെള്ളം കൊടുത്ത, ദാഹിച്ചു വരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ, മോശപ്പെട്ട സ്വഭാവമുള്ളവർ ആയിരുന്നു അവർ സ്വർഗത്തിൽ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നായക്ക് വെള്ളം കൊടുക്കലും നായക്ക് ഭക്ഷണം കൊടുക്കലും നായയെ സ്നേഹത്തോടെ അതിനെ കാണലും ഒക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. അതൊന്നും ഇസ്ലാം ഒരിക്കലും നിരോധിക്കുന്നില്ല. പക്ഷേ നായയെ ഇസ്ലാം വളർത്താൻ ചില സമയത്ത് മാത്രമേ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുള്ളൂ. എല്ലാ മുസ്ലിമീങ്ങളുടെ വീട്ടിലും പട്ടിയെ വളർത്താനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. എല്ലാത്തിനും യുക്തി തേടുന്ന ആ ഒരു സ്വഭാവം നമുക്ക് പാടില്ല. എല്ലാത്തിനും യുക്തി, അങ്ങനെയില്ല. എല്ലാത്തിനും യുക്തിയില്ല. ഇപ്പോൾ നായയെ നമുക്ക് വളർത്താൻ പറ്റും. എങ്ങനെ? അത് വ്യക്തമായി കിതാബുകളിൽ കാണാൻ പറ്റും. ഒന്ന്, വീട് സംരക്ഷണത്തിന്. വീട് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു വീട്, അവിടെ കള്ളന്മാര്, കൊള്ളക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ കാലികൾ ഒരുപാടുണ്ട്, കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ ഒരു നായ, അതായത് ശത്രുക്കളോ എന്തെങ്കിലും മറ്റ് ജീവികളോ ഒക്കെ വരുമ്പോൾ അതിനെ ഓടിക്കാൻ നായയെ നമുക്ക് വളർത്താം. 2, വേട്ടയ്ക്ക് വേണ്ടി. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. പണ്ടൊക്കെ വേട്ടയ്ക്ക് വേണ്ടി നായയെ വളർത്തുമായിരുന്നു. അങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി നായയെ വളർത്താം. 3-മത്തേത്, നമ്മുടെ കൃഷി, ആ കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി നായയെ വളർത്താം. പക്ഷെ ഇതൊക്കെ വളർത്തുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കാനുള്ള അനുവാദമില്ല. മറിച്ച് അതിനെ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു കൂടൊരുക്കി അവിടെയായിരിക്കണം അതിനെ താമസിപ്പിക്കേണ്ടത്. ഒരു വളർത്തു മൃഗമായിട്ട് അതിനെ പറ്റൂല. ചില വീട്ടിൽ പൂച്ച ഉണ്ടാകും, അതിനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വളർത്തുന്നുണ്ട്. അതുപോലെ വളർത്താൻ ഇസ്ലാം അനുവാദം തരുന്നില്ല. എന്നാൽ നായയെ നമുക്ക് ഈ 3 കാര്യത്തിന് വേണ്ടി നമ്മളെക്ക് വളർത്താവുന്നതാണ്. പക്ഷെ അതിൻ്റെ നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം. ഇനി മറ്റൊരു ചർച്ച, ഇതാണ് ഒരു ചർച്ച. ഇനി മറ്റൊരു ചർച്ച, എന്തുകൊണ്ട് 7 വട്ടം കുളിക്കണമെന്ന് പറയുന്നു? ആര് പറയുന്നു? നായയെ തൊട്ടാൽ, അല്ലെങ്കിൽ നായ തൊട്ടാൽ 7 വട്ടം കുളിക്കണം, 7 കുളത്തിൽ കുളിക്കണമെന്നാണ് മുമ്പുള്ളവർ പറയുന്നത്. അങ്ങനെ ഒന്നുമില്ല. 7 കുളത്തിലും കുളിക്കണ്ട, 7 തോട്ടിലും കുളിക്കണ്ട. നായ, എൻ്റെ കയ്യിൽ ഒരു പട്ടി തൊട്ടു, ഒരു നായ തൊട്ടു എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ 7 വട്ടം കുളിക്കണം? വേണ്ട. ഞാൻ 7 കുളത്തിൽ പോയി കുളിക്കണം? വേണ്ട. മറിച്ച് ഈ ഭാഗം, നായ എവിടെയാണോ തൊട്ടത്, ഞാനത് കഴുകണം. എപ്പോൾ കഴുകണം? എപ്പോഴാണ് കഴുകേണ്ടത്? നായ എന്നെ തൊട്ടപ്പോൾ എൻ്റെ ഈ കയ്യിൽ നനവുണ്ടായിരുന്നെങ്കിൽ, ഇനി അല്ലെങ്കിൽ എൻ്റെ കൈ ഉണങ്ങിയതാണ്, പക്ഷെ ആ നായയുടെ കയ്യിൽ നനവുണ്ടായിരുന്നു എങ്കിൽ, ആ നനവുള്ള കൈ കൊണ്ടാണ് എന്നെ നായ സ്പർശിച്ചതെങ്കിൽ
ഞാൻ 7 പ്രാവശ്യം ഈ കൈ ഒന്ന് കഴുകുക. പൈപ്പ് തുറന്നിട്ട് 1 പ്രാവശ്യം കഴുകി, 2 പ്രാവശ്യം കഴുകി, 3 കഴുകി, 4 കഴുകി, 5 കഴുകി, 6 കഴുകി, പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കുറച്ചെടുത്ത് ഇങ്ങനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ തേച്ച് ഒന്ന് കഴുകി. ഇത്രേ ഉള്ളൂ. അതായത് 7 വട്ടം എവിടെയാണോ നമ്മുടെ കൈ തൊട്ടത്, നമ്മുടെ കാലിൽ തൊട്ടു എങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും കഴുകേണ്ട കാര്യമൊന്നുമില്ല. ആ നായ സ്പർശിച്ച ഭാഗം മാത്രം കഴുകിയാൽ മതി. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ നായ നമ്മളെ തൊടുമ്പോൾ നനവ് ഒന്നുകിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ആ നായയുടെ കയ്യിലോ നായയുടെ ശരീരത്തോ നനവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 7 വട്ടം കഴുകേണ്ടതുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കും. ഇന്ന് ഒരുപാട് ഉമ്മമാർക്ക് വസുവാസുള്ള കാര്യമാണ്. ഇപ്പം നമ്മളെ റോട്ടിലൂടെ നടന്നുപോയി, അപ്പോൾ എതിരെ ഒരു നായ വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിലേക്ക് നായയുടെ വാലുമുട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചെവി നമ്മുടെ കയ്യിൽ കൊണ്ടു, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ, വസ്ത്രത്തിലൂടെ അതിങ്ങനെ മുട്ടി ഉരുമിപ്പോയി. നമ്മളവിടെ നോക്കുക, നമ്മുടെ ശരീരത്തിൽ നനവുണ്ടോ? ഇല്ല. നായയുടെ ശരീരത്തിൽ നനവുണ്ടോ? ഇല്ല. അത് ഉണങ്ങിയ, എൻ്റെ ശരീരം ഉണങ്ങിയിരിക്കുക എങ്കിൽ അവിടെ കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ 2 ഒരു സ്ഥലത്ത് നനവുണ്ടാവുക. ഒന്നുകിൽ നായ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോ നനവുണ്ടെങ്കിൽ മാത്രമേ, നനഞ്ഞ നായെ തൊട്ടാൽ മാത്രമേ 7 വട്ടം ആ ഭാഗം കഴുകേണ്ട ആവശ്യം ഉള്ളൂ. അക്കാര്യം മനസ്സിലാക്കുക. എപ്പോഴും നായയുടെ നനഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാവ്, ചുണ്ട്, മൂക്ക് ആ ഭാഗമായിരിക്കും നനഞ്ഞിരിക്കുക. അപ്പോൾ നായ അതിൻ്റെ നാവ് കൊണ്ട്, ചുണ്ട് കൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പാത്രം നമുക്ക് 7 വട്ടം കഴുകേണ്ടി വരും. ആ 7 വട്ടം കഴുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഒരു കുറച്ച് വെള്ളത്തിൽ മണ്ണ് കലക്കിയിട്ട് അത് 1 പ്രാവശ്യം കഴുകി, പിന്നെ 6 പ്രാവശ്യം സാധാ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ച് കഴുകിയാൽ മതി. ഇത്രേ ഉള്ളൂ. അതുപോലെ ആനക്കാരിയൊന്നുമില്ല. ഇത് ഇങ്ങനെ നമ്മളെന്താ ഭയങ്കര രൂപത്തിൽ ഇതിനെ വിമർശിക്കാനും ഒന്നും ഇരിക്കുന്നില്ല. കൊറോണയുടെ സമയത്ത് ഒരാൾ തുമ്മിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് മാസ്ക് എടുത്തിടും. നമ്മൾ ഒരാളെ സ്പർശിച്ചാൽ ആ സമയത്ത് നമ്മൾ കൈ സോപ്പിട്ട് കഴുകും. എന്തിനാണ് അങ്ങനെ? അതൊക്കെ ഒരു വിവേചനമല്ലേ എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. എന്താണ് അത്? ആ രോഗത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ജെ എബ്രഹാം എന്ന് പറയുന്ന വലിയൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ആ നായയുടെ ഇത് പരിശോധിച്ചു. ആ തുപ്പൽ പരിശോധിച്ചപ്പോൾ ഒരുപാട് അലർജി രോഗങ്ങൾ തുടങ്ങി മറ്റു രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും അതിൻ്റെ ആ ഒരു രസത്തിൽ, അതിൻ്റെ തുപ്പലിൽ ഉണ്ട്. പക്ഷെ പൂച്ചക്കോ അതുപോലെ മുയലിനോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മറ്റ് ജീവികൾക്കോ അത്തരത്തിൽ ഇല്ല. അവർക്കൊക്കെ ശുദ്ധിയുണ്ട്. പക്ഷേ ഈ ഒരു ജീവിവർഗം നായക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അള്ളാഹു കൊടുത്തതാണ്, അതങ്ങനെ ഉള്ളതാണ്. നമുക്ക് നായ കുറ്റം പറയാനല്ല, അത് പടച്ചോൻ അങ്ങനെയാണത് പടച്ചത്. അപ്പോൾ പടച്ചോൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു സംശയമാണ്, ഉസ്താദെ, ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ടിൽ നായ കയറുന്നു, അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ആദ്യം തന്നെ പറയട്ടെ, ഉജാല നിറച്ചിട്ട് കുപ്പി ഇങ്ങനെ നിരത്തി വെക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ബിദ്അത്താണോ? അങ്ങനെയൊക്കെ കിതാബിലുണ്ടോ? ഒരു കിതാബിലും ഇല്ല അങ്ങനെ. ഉജാല നിറച്ച് വെച്ചാൽ നായ കയറില്ല, അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ വെക്കാറുണ്ട്. പക്ഷെ പല ഉമ്മമാരും പറയാറുണ്ട്, ഉജാലക്കുപ്പി ഇരിക്കും, ആ ഉജാലക്കുപ്പിയുടെ ഇടയിൽ കൂടി നായ വന്നിട്ട് അവിടെ കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ അത് എഴുന്നേറ്റ് പോകും. ചില വീട്ടുകാർ പറയാറുണ്ട്, ഉജാലക്കുപ്പി ഉണ്ടെങ്കിൽ, ഉജാലക്കുപ്പി എന്ന് പറഞ്ഞാൽ ഉജാല നിറച്ച കുപ്പി അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിറം കണ്ടിട്ട് പേടിച്ച് നായ പോവാറുമുണ്ട് എന്ന് പറയാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. അതും ഇസ്ലാമുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. വെക്കണമെങ്കിൽ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട, അത്രേ ഉള്ളൂ. അതെന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാം, ചെയ്യേണ്ട. പിന്നെ ഇനി സിറ്റൗട്ടിൽ നമ്മുടെ നായ, ഞാനിപ്പോൾ പറഞ്ഞൊരു മസല ഉണ്ടല്ലോ, നനഞ്ഞ നായയാണെങ്കിൽ മാത്രം നമ്മൾ സിറ്റൗട്ട് 7 വട്ടം കഴുകിയാൽ മതി. ഇപ്പോൾ ഒരു നായ അത് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വന്ന് കിടക്കുന്നു, നമ്മളൊന്ന് നോക്കുക, നമ്മുടെ സിറ്റൗട്ട് നനഞ്ഞതാണ്. ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ ഏതായാലും സിറ്റൗട്ടൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, ആ നായക്കും ചിലപ്പോൾ നനവുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആ സിറ്റൗട്ട് ഒന്ന് കഴുകുക, പിന്നെ 7 വട്ടം ആ ബക്കറ്റിൽ വെള്ളം ഒന്ന് ഒഴിച്ചാൽ അത് ശുദ്ധിയായി. ഇനി മഴക്കാലമല്ല, വേനൽക്കാലമാണ്, അപ്പോൾ നമ്മുടെ സിറ്റൗട്ട് ഉണങ്ങിക്കിടക്കുകയാണ്, ആ നായയും ഉണങ്ങിയതാണ്, അതിന് പ്രത്യേകിച്ച് നനവൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വസുവാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1 പ്രാവശ്യം ഒന്ന് കഴുകാം, നല്ലതാണ്. അവിടെ കഴുകേണ്ട കാര്യമില്ല. എന്താണ്? അത് നനവില്ലാത്തത് കൊണ്ട്.
ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നായക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ നനവുണ്ടോ എന്ന് നോക്കിയാൽ മതി. നനഞ്ഞതാണെങ്കിൽ മാത്രം നമുക്ക് 7 വട്ടം കഴുകിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ വന്ന് നോക്കുമ്പോൾ പട്ടിയില്ല, നായില്ല, പക്ഷെ കുറച്ച് രോമം കിടപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, അവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതൊന്ന് അടിച്ചു കളഞ്ഞാൽ മതി. ഇനി നമ്മൾ കുറച്ച് മുളക്, ഉണക്കമുളക്, ഉദാഹരണം പറ, ഉണക്കമുളക് അല്ലെങ്കിൽ ഗോതമ്പ് നമ്മളിങ്ങനെ മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന സമയത്ത് ഒരു നായ അത് ആ മുളകിൻ്റെ മുകളിലൂടെ നടന്നുപോയി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മുകളിലൂടെ നടന്നുപോയി. നമ്മൾ ആകെ ബേജാറായി. ഇതിന് 7 വട്ടം കഴുകുമ്പോൾ കുതിർന്നു പോവില്ല, എന്ത് ചെയ്യും? നമ്മളവിടെ നോക്കുക, ആ നായയുടെ കാലിൽ നനവുണ്ടോ? അതാണ് മെയിനായിട്ട് നോക്കുന്നത്. നനവുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളത് കഴുകുകയാണ്. ഇല്ല, നമുക്ക് കഴുകേണ്ട കാര്യമില്ല. അതാണ് അവിടെ മസാല. അല്ല നായ അവിടെ അയൽവക്കത്ത് കണ്ട ഇവിടെ 7 വട്ടം കഴുകണം, അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല കേട്ടോ. അത് മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ് നമ്മളെ ബേജാറാക്കുന്നതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അയയിൽ നമ്മുടെ ആ ഷായ അതിൽ തുണി വിരിച്ചിരിക്കുന്നു. നായ അതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വാല് അതില്ലെങ്കിൽ അതിൻ്റെ ശരീരം, അതിൻ്റെ മുതുകോ നമ്മുടെ വസ്ത്രത്തിൽ കൊണ്ടു. നമ്മൾ അവിടെ നോക്കുക, തുണി നനഞ്ഞതാണോ നായ നനഞ്ഞതാണോ? 2 ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല, നനഞ്ഞതാണെങ്കിൽ മാത്രം 7 വട്ടം അത് കഴുകിയാൽ മതിയാകുന്നതാണ്. ഇനി നമ്മുടെ മുറ്റത്തുകൂടി ഒരു നായ നടന്നുപോയി, അതിൻ്റെ പിറകെ നമ്മുടെ കുട്ടിയും നടന്നുപോയി. അല്ലോ പടച്ചോനെ, ഈ പട്ടി നടന്നുപോയ സ്ഥലത്തു കൂടി കുട്ടി, നമ്മുടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ മോള് ചെരുപ്പില്ലാതെ നടന്നല്ലോ, ഇനി അവൻ്റെ കാലും 7 വട്ടം കഴുകണ്ടേ? വേണ്ട, അത് വേണ്ട. ഇപ്പോൾ ഒരു പാത്രം, ആ പാത്രത്തിൽ നായ തലയിട്ടു, നായ നക്കിയതിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പാത്രം 7 വട്ടം കഴുകണം. ആ 7 വട്ടം കഴുകുമ്പോൾ അപ്പോൾ ഒരാൾ ചിന്തിക്കുക, ആ 7 വട്ടം കഴുകുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ തൊട്ടല്ലോ, അതുകൊണ്ട് എൻ്റെ കൈയും 7 വട്ടം കഴുകണോ? വേണ്ട. അതാണ് വസ്വാസ്. അതിൻ്റെ പേരാണ് വസ്വാസ്. അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു പാത്രം നായ തൊട്ടെങ്കിൽ അത് നനവുണ്ടെങ്കിൽ നമ്മളത് കഴുകി ശുദ്ധിയാക്കുക, 7 വട്ടം കഴുകുക. അത് 7 വട്ടം കഴുകിയതിൻ്റെ പേര് നമ്മുടെ കൈ നജസാവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പം നായയുടെ ചർച്ച അതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മമാർക്ക് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അതിൻ്റെ മറുപടി തരാം. അപ്പം നായ ചർച്ച അത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ, പട്ടി കടിക്കുന്നതായിട്ട് പലരും സ്വപ്നം കാണാറുണ്ട്. ഞാൻ പറയട്ടെ, ഒരുപാട് പേര് എന്നോട് ചോദിക്കും, ഉസ്താദെ ഞാൻ ഇന്നലെ ഒരു കുഴിയിലേക്ക് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു, എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയില്ല. ഞാൻ തുറന്നു പറയുന്നു, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയില്ല. ആരും ഈ സ്വപ്നം കണ്ടു അതെന്താണ് അതിൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കാൻ എനിക്ക് അറിയില്ല. അത് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം. ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ദീൻപരമായ മസാലകൾ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ സ്വപ്ന വ്യാഖ്യാനം ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാതിരുന്ന അയ്യേ ഉസ്താദിനൊന്നും അറിയില്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉസ്താദ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉസ്താദ് എന്താ ഞങ്ങളോട് പറഞ്ഞു തരാത്ത എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് എനിക്കറിയില്ല, അത് പഠിക്കാനും മുതിർന്നിട്ടില്ല. ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്നത് ഹയാത്തുൽ ഹയവാൻ, അതുപോലെ തഫ്സീറുൽ അഹ്ലാം തുടങ്ങി ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ചില കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ ചില വ്യാഖ്യാനങ്ങൾ മഹത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നായയുമായി ബന്ധപ്പെട്ട ചർച്ചയായതുകൊണ്ട് ആ നായയുമായി ബന്ധപ്പെട്ട്, പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ, ചിലപ്പോൾ സ്വപ്നങ്ങൾ പല രൂപത്തിലാണ്. ചിലപ്പോൾ പട്ടി നമ്മളെ ഓടിച്ചിടുന്നു, ചിലപ്പോൾ പട്ടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണാം, ചിലപ്പോൾ പട്ടി ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണാം, അല്ലെങ്കിൽ പട്ടി നമ്മളെ കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കാണാം, പട്ടി നമ്മളെ പുറകെ ഓടി വരുന്നതായിട്ട് സ്വപ്നം കാണാം, അല്ലെങ്കിൽ പട്ടി ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് സ്വപ്നം കാണാം, അല്ലെങ്കിൽ പട്ടി ഇങ്ങനെ കുരക്കുന്നതായിട്ട് സ്വപ്നം കാണാം. അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നം നായയുമായി പട്ടിയുമായിട്ട് നമുക്ക് കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പല സ്വപ്നങ്ങൾക്കും പല വ്യാഖ്യാനമാണ്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഒരു നായ ഒരു പട്ടിയെ കണ്ടു, അത് വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, അത് വെറുതെ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മഹത്തുക്കൾ പറയുന്നത് ഒരു ബലഹീനനായ ശത്രു നമുക്ക് ഉണ്ട് എന്നാണ്. നമുക്കൊരു ശത്രു ഉണ്ട്, പക്ഷെ അവൻ ബലഹീനൻ, നമ്മളോടൊന്നും ചെയ്യാനും പറ്റൂല, ഒരു ബലഹീനനായ ശത്രു ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി രണ്ടാമത്, നായ എന്തോ ഇങ്ങനെ തിരയുന്നു, മണം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ ആ ബലഹീനനായ ശത്രു ഉണ്ടല്ലോ ആ ശത്രു നമ്മുടെ പിറകെ വരുന്നുണ്ട്, അതായത് എന്തൊക്കെയോ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നു, അല്ലോ എന്നെ ആരോ ശത്രു പിന്തുടരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ദ്വാരക്കുക. അള്ളാഹു പടച്ചോനെ, എന്തെങ്കിലും ഞാനിപ്പോൾ ഈ കണ്ട സ്വപ്നം എൻ്റെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടതാണ്, റബ്ബേ അള്ളാഹു പടച്ചവനെ എൻ്റെ എല്ലാ ശത്രുക്കളുടെയും ശത്രുതയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ എന്ന് നമ്മൾ ദ്വാരക്കുക.
എപ്പോൾ ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ അപ്പം തന്നെ ദ്വാരക്കുക, അള്ളാഹുവേ ഖൈറാണെങ്കിൽ നീ എനിക്ക് എത്തിച്ചു തരണം, എന്തെങ്കിലും ഷർറാണെങ്കിൽ റബ്ബേ നീ തട്ടി മാറ്റണേ എന്ന് അപ്പം തന്നെ നമ്മൾ ദ്വാരക്കണം കേട്ടോ. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം തുടങ്ങിയ ദിക്റുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി രണ്ടാമതായി നമ്മൾ പറയുന്നത്, നായ കടിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ, ഒരു നായ നമ്മുടെ പുറകെ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം കടിക്കുന്നതായിട്ട്, ഇപ്പം ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണല്ലോ, നെട്ടി എഴുന്നേൽക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഒരാൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു, ആ സമയത്ത് പുറകെ ഒരു നായ വന്നിട്ട് നമ്മളെ കടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? താൽക്കാലികമായ ഒരു ഇടങ്ങേറ് നമുക്ക് വരാനുണ്ട് എന്നാണ്. താൽക്കാലികമായ ഒരു ഇടങ്ങേറ്, എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമോ എന്തൊക്കെ നമുക്ക് വരാനുണ്ട്, താൽക്കാലികമാണ്, അത് വേഗത്തിൽ പോകും. അപ്പോഴും നമ്മൾ ദ്വാരക്കണം, അള്ളാഹു പടച്ചോനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് നീ തട്ടിക്കളയണം നമ്മൾ ദ്വാരക്കുക. ഇനി ഒരു രോഗിയായ, നാലാമത് ഒരു രോഗിയായ നായ, ഒരു ചൊറിയൊക്കെ പിടിച്ച് ഒരു നായ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ നമ്മുടെ അടുത്ത സുഹൃത്ത്, നമ്മുടെ ഒരു കൂട്ടുകാരന് എന്തോ ഒരു അസുഖം വരാനുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ നമ്മൾ ദ്വാരക, അല്ലാഹുവേ ആർക്കാണോ ഈ രോഗം വരാനുള്ളത് എനിക്കറിയില്ല, അവരുടെ രോഗങ്ങളൊക്കെ നീ വേഗത്തിൽ ശിഫയാക്കി കൊടുക്കണേ, നമ്മൾ ദ്വാരക. ഇനി നായ നമ്മളെ ഓടിച്ചിടുന്നു, അങ്ങനെ നായ നമ്മളെ ഓടിച്ചിരുന്നു എന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വേട്ട നായ നമ്മുടെ പുറകെ വരുന്നു, അല്ലെങ്കിൽ നായ മറ്റൊരു ജീവിയെ പിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ വേട്ടനായ ഉണ്ടല്ലോ, വേട്ടനായ, അതിനെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ട ഒരു ഇരയെ പിടിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്തോ ഒരു നന്മ വരാനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, കൃഷി, അതിലൊക്കെ എന്തോ ഒരു ഖൈർ വരാനുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. നായ ഇരയെ പിടിക്കുന്നു, നായ നമ്മുടെ പുറകെ വരുന്നു, ഒന്നും ചെയ്യുന്നില്ല, പുറകെ വരുന്നു, നായ വേട്ടയാടുന്നു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതാണ് അതിൻ്റെ അർത്ഥം. എന്ത്? നമ്മുടെ കച്ചവടം, ബിസിനസ്സിലൊക്കെ എന്തോക്കെ ഒരു ഖൈർ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാം, റബ്ബേ എനിക്ക് ഈ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ നീ എനിക്ക് ഖൈർ തരണം, എന്തെങ്കിലും ഷർറാണെങ്കിൽ അത് നീ അകറ്റി മാറ്റണമെന്ന് നമ്മൾ ദ്വാരക്കണം. ഇനി മറ്റൊരു സ്വപ്ന വ്യാഖ്യാനം, നായ നമ്മുടെ വസ്ത്രം ഇങ്ങനെ വലിച്ചു കീറുകയാണ്. വസ്ത്രം ഇങ്ങനെ വലിച്ചു കീറുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ വലിയ സാധ്യതയാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി ഒരു പട്ടി, ഒരു നായ അത് രക്തത്തിൽ കിടന്നിങ്ങനെ ഉരുളുന്നു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ എന്താണ്? നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വലിയ അപകടം, എന്തെങ്കിലും ഒരു മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബി തങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഒരു നായ ഇങ്ങനെ രക്തത്തിൽ കിടന്ന് ഉരുളുന്നതായിട്ട് നബി തങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു, ഹുസൈൻ, അതായത് നബി തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവിയുടെ മകനാണ് ഹുസൈൻ തങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഷഹാദത്തിനെയാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നായയുമായി ബന്ധപ്പെട്ട ചില അറിഞ്ഞിരിക്കേണ്ട മസ്അലകൾ നമ്മൾ പറഞ്ഞു. നായയെ വളർത്താൻ പറ്റുമോ? വളർത്താൻ പറ്റും. എങ്ങനെ, എപ്പോൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നായയുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ നമ്മൾ പറഞ്ഞു. നായയെ സ്വപ്നം കണ്ടാലുള്ള ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കഴിയുന്നതുപോലെ ഇൻഷാ അല്ലാഹ് എപ്പോഴാണോ അതൊക്കെ വായിച്ച് അതിനുള്ള മറുപടി നമുക്കൊരു മറ്റൊരു വീഡിയോയിലൂടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഇഖ്ലാസോടെ തഖ്വയോടുകൂടി മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. എല്ലാ അപകടങ്ങൾ, എല്ലാ മുസീബത്തുകൾ, ഷർബല, എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അല്ലാഹു നമ്മളെല്ലാവരെയും സലാമത്തിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.